നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളെ പൊങ്കൽ, ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങൾ ആഘോഷത്തിമിർപ്പിൽ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എക്സൈസും RPFും 25 ലക്ഷം രൂപയുടെ കഞ്ചാവ് പിടികൂടി. ജാതി സെൻസസ് നടത്തണമെന്ന് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ മേഖലാ സമ്മേളനം. വലിയങ്ങാടി RB കൂടം GBUP സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പൊങ്കൽ ആഘോഷിച്ചു. പൊങ്കലിനെ വരവേൽക്കാൻ അതിർത്തി ഗ്രാമങ്ങൾ ഒരുങ്ങി. തമിഴ് സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന ചിറ്റൂരിന്റെ കിഴക്കൻ മേഖലയിലെ വടകരപ്പതി, എരുത്തിയാമ്പതി, കൊഴിഞ്ഞാമ്പാറ, പെരുമ്പാട്ടി, പട്ടഞ്ചേരി പഞ്ചായത്തുകളിലെ ഗ്രാമങ്ങളിലാണ് പൊങ്കൽ ആഘോഷത്തിനൊരുങ്ങിയത്. തമിഴ് തിരുനാൾ എന്നറിയപ്പെടുന്ന പൊങ്കൽ അതിർത്തി ഗ്രാമങ്ങളിൽ ഉത്സവമാണ്. കാപ്പുകെട്ടൽ, തൈപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, പൂപ്പൊങ്കൽ എന്നിങ്ങനെ 4 ദിവസങ്ങളിലായാണ് ആഘോഷം നടക്കുന്നത്. മാർഗഴി മാസം അവസാന ദിവസത്തിനുള്ളിൽ വീടും കാലിത്തൊഴുത്തും വൃത്തിയാക്കി പൂളപ്പൂവ്, എരിക്കില, മാവില, കുരുത്തോല എന്നിവ കൊണ്ട് കാപ്പുകെട്ടി കോലമിട്ട് ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്ന ചടങ്ങോടെയാണ് പൊങ്കലിന് തുടക്കമാകുന്നത്. തിങ്കളാഴ്ച തൈപ്പൊങ്കൽ ആഘോഷത്തോടനുബന്ധിച്ച് വീടുകളിൽ പൊങ്കൽ വെപ്പ് നടക്കും. കർഷകർ വീടിന് പുറത്ത് പ്രത്യേകമായി മണ്ണുകൊണ്ട് നിർമ്മിച്ച അടുപ്പിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യൻ അഭിമുഖമായി ഇരുന്നു കൊണ്ടാണ് പൊങ്കൽ വെക്കുന്നത്. പച്ചരി പൊങ്കൽ, ശർക്കര പൊങ്കൽ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പൊങ്കലും വെക്കും. സൂര്യദേവന് നന്ദി സൂചകമായാണ് ഇത് വയ്ക്കുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 2 മലയാളി യുവാക്കളിൽ നിന്നും 48 കിലോ കഞ്ചാവ് പിടികൂടി. പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും പാലക്കാട് എക്സൈസ് റേഞ്ചും ചേർന്ന് സംയുക്തമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തവേ പരിശോധന കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച 2 യുവാക്കളെ തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന 2 ട്രോളി ബാഗുകളിലും 1 ഷോൾഡർ ബാഗിലുമായി 5 പാക്കറ്റുകളിലായി ഒളിപ്പിച്ചു വെച്ച നിലയിൽ 48 കിലോ 700 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശി മുഹമ്മദ് യാസിർ 26, ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി സ്വദേശി അബ്ദുൾ റാസിഖ് 26 എന്നിവരെയാണ് കഞ്ചാവുമായി പിടിയിലായത്. ഇരുവരും എളുപ്പമാർഗം പണം സമ്പാദിക്കാനായി കഞ്ചാവ് കച്ചവടത്തിലേക്ക് തിരിഞ്ഞതായാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഒഡീഷയിലെ ബ്രഹ്റാംപൂരിൽ നിന്നും കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം പാലക്കാട് ഇറങ്ങി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 25 ലക്ഷത്തോളം രൂപ വില വരും. കർശന പരിശോധനകൾ തുടരുമെന്ന് RPF എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു. RPF CA N കേശവദാസ്, എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ RPF SA-മാരായ ദീപക് AP അജിത് അശോക്, ഹെഡ് കോൺസ്റ്റബിൾ N അശോക്, കോൺസ്റ്റബിൾ PP അബ്ദുൾ സത്താർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സയ്യിദ് മുഹമ്മദ്, പ്രിവന്റീവ് ഓഫീസർമാരായ KP രൂപേഷ്, K രാജേഷ്, CEO ബിജുലാൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ജാതി സെൻസസ് നടത്തണമെന്ന് MBCF മേഖലാ സമ്മേളനം. രേഖാമൂലം പ്രഖ്യാപിച്ച ആ ഉത്തരവ് 2014 ഉത്തരവ് അത് നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്ന ഏത് ഉന്നതനാണെങ്കിലും അവർക്കെതിരെ നീതിപീഠത്തിനെ സമീപിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. സംഘടന അത് ഗൗരവത്തിലെടുക്കണം. കാരണം ഇവിടെ പഠിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ രാജ്യത്ത് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അധ്യാപനം നടത്താനും പഠിക്കാനും അധ്യാപനം നടത്താനുള്ള അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച നിയമം പാസാക്കി. നമുക്കറിയാം, വിദ്യാഭ്യാസം സാർവത്രികമാക്കണം ഒരു നിയമം. ജാതി സെൻസസ് നടത്തി സംവരണം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അതർ ബാക്ക്വേർഡ് ഹിന്ദു സമുദായങ്ങൾക്ക് 1979 വരെയുണ്ടായിരുന്ന 10% സംവരണം പുനഃസ്ഥാപിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പാലക്കാട് ചെറിയ കോട്ട മൈതാനത്ത് നടന്ന ചടങ്ങ് പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകൾ ഉൾപ്പെടുന്ന MBCF മേഖലാ സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് R രാജമാണിക്കൻ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, MBCF സംസ്ഥാന പ്രസിഡന്റ് S കുട്ടപ്പൻ ചെട്ടിയാർ, വൈസ് പ്രസിഡന്റുമാരായ M രവീന്ദ്രൻ, PC ലക്ഷ്മണൻ, ജനറൽ സെക്രട്ടറി ഷാജി പയ്യന്നൂർ, ജില്ലാ ഖജാൻജി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപവൽക്കരിക്കുക, സംവരണ നഷ്ടം വന്നിട്ടുള്ള സമുദായങ്ങളിൽ നിന്നും നേരിട്ട് നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്നും നഗരവീഥികളിലൂടെ വൻ റാലി നടന്നു. റാലി പ്രവർത്തകരുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി. വലിയങ്ങാടി RB കൂടം GUP സ്കൂളിൽ പൊങ്കൽ ആഘോഷം.
വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. അധ്യാപകരും രക്ഷിതാക്കളും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് ആഘോഷത്തോടനുബന്ധിച്ച് പൊങ്കൽ വെച്ചു. തുടർന്ന് കോലമിടൽ മത്സരങ്ങളും നടന്നു. കൂടാതെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി വിവിധ കലാകായിക മത്സരങ്ങളും ഉണ്ടായി. കോലമിടൽ മത്സരത്തിൽ മീനാമ്പാൾ 1ാം സ്ഥാനവും രാജി 2ാം സ്ഥാനവും നേടി. മത്സരത്തിൽ വിജയിച്ചവർക്ക് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 44ാം വാർഡ് കൗൺസിലറുമായ ബേബി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് ദേവി കൃപ ആശംസാ പ്രസംഗം നടത്തി. അധ്യാപകരായ എൻ മുത്തുകുമാർ, പ്രവീണ, കമലി, വഹീദ, സുബ, മുഹമ്മദ്, ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഇബ്രാഹിം നന്ദി പ്രകാശിപ്പിച്ചു. തിരുസ്വരൂപം എഴുന്നള്ളത്ത് നടത്തി. അച്ഛൻ പറ്റാതെ 1 മിനിറ്റ് വെയിറ്റ്. അച്ഛൻ ചക്കാന്തറ സെന്റ് റാഫേൽ കത്തീഡ്രലിൽ സുവിശേഷത്തെ പ്രതിധീര രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുസ്വരൂപം ഇടവക വികാരി ഫാദർ ജോഷി പുലുക്കോട്ടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ടിറ്റോ കൊട്ടിയാനിക്കലിന്റെയും ഫാദർ ദർ ജയരാജ് കിടങ്ങലിന്റെയും ഫാദർ ദർശൻസ് കാക്കാനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജനങ്ങൾക്ക് വണങ്ങുന്നതിനായി എഴുന്നള്ളിപ്പ് വെച്ചു. തിരുനാൾ കൺവീനറായ ഡെന്നിസ് ജോസഫ്, ജോയിന്റ് കൺവീനർമാരായ CS തോമസ്, CT ബാബു, സെബി വടക്കൻ, അലക്സ് മോനാഞ്ചേരി, സിജിൻ ജോയ്, അമൽ ബെന്നി, അലക്സ് വർഗീസ്, കൈകാര്യന്മാരായ ജോസഫ് ജീൻ, അൽഫോൺസ് തെക്കേക്കര എന്നിവർ നേതൃത്വം നൽകി. KSSUP 32ാമത് വാർഷിക സമ്മേളനം വെണ്ണക്കര ഗവൺമെന്റ് സ്കൂളിൽ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. 2023 ദേശീയ അധ്യാപക അവാർഡ് നേടിയ S ഷിയാദിനെ ആദരിച്ചു. വാർഡ് കൗൺസിലർ സലീന ബീബി, KSRTC പെൻഷനർ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് രാജൻ ഇരട്ടിയാൽ എന്നിവർ ആശംസ അർപ്പിച്ചു. അധ്യക്ഷൻ A രവി പതാക ഉയർത്തി. നാസിമുദ്ദീൻ സ്വാഗതവും B ഉമ്മർ അനുശോചനവും അറിയിച്ചു. സുൽഫിക്കർ റിപ്പോർട്ടും നൂർ മുഹമ്മദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. SS കണ്ടമുത്തൻ ഭരണാധികാരിയായി പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. വണ്ടിപ്പെരിയാറിലെ മാതാപിതാക്കൾക്ക് വാളയാർ നീതി സമരസമിതിയുടെ പിന്തുണ. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസിലെ പ്രതിക്ക് നിയമപ്രകാരം ശിക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന പോരാട്ടത്തിന് വാളയാർ നീതി സമരസമിതി സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വാളയാറിൽ കൊല്ലപ്പെട്ട മൂത്ത പെൺകുട്ടിയുടെ 7ാം ചരമവാർഷിക ദിനത്തിൽ വാളയാർ അട്ടപ്പള്ളത്ത് ചേർന്ന നീതി സമരസമിതി യോഗമാണ് ഈ തീരുമാനമെടുത്തത്. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു എന്ന് യോഗം വിലയിരുത്തി. യോഗം CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ K മായാണ്ടി, അമ്പലക്കാട് വിജയൻ, S മുഹമ്മദ്, ശിവരാജ്, TP കനകദാസ്, P ഗോപാലൻ, S മുഹമ്മദ്, കാർത്തികേയൻ, തങ്കം PM, പിരാരി സയ്യിദ്, അബ്ദുൽ ഖാദർ, KD സുന്ദരൻ, CB അശോക്, പത്മമോഹൻ, CJ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. K വാസുദേവൻ സ്വാഗതം പറഞ്ഞു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. അപ്പോൾ
ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കൊടുവായൂർ GBLP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ അങ്കനവാടി കലാമേള കിലുക്കം കിലുകിലുക്കം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പറായ PR സുനിൽ, അബ്ബാസ്, PTA പ്രസിഡന്റ് S ശിവദാസ്, SMC ചെയർമാൻ നൌഷാദ്, PEC മെമ്പർ ശങ്കുണ്ണി മാസ്റ്റർ, MPTA പ്രസിഡന്റ് നിഷ, BRC പ്രതിനിധി നിതിൻ, ഷീൻ ചന്ദ്രൻ, S മുരുകവേൽ എന്നിവർ സംസാരിച്ചു. അങ്കനവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നാടൻ പാട്ട് കലാകാരൻ രാമശ്ശേരി രാമൻകുട്ടി സമ്മാനദാനം നിർവഹിച്ചു. നാടൻ പാട്ടുകളും അവതരിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി, പോലീസ് സ്റ്റേഷനിലും തർക്കം. പോലീസ് ആവർത്തിച്ച് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഭാരവാഹികളായ വനിതാ നേതാവിനെ പുരുഷ പോലീസ് വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റിയെന്നും പരാതി ഉയർന്നു. ഇതേ ചൊല്ലി പ്രവർത്തകരും പോലീസും തമ്മിൽ പോലീസ് സ്റ്റേഷനിലും തർക്കമുണ്ടായി. ജില്ലാ സെക്രട്ടറി R ആതിര, തരൂർ നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു പട്ടാല എന്നിവർക്കും പരിക്കേറ്റു. മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വനിതാ പ്രവർത്തകരുടെ തലമുടിയിൽ ചവിട്ടിപ്പിടിക്കുക, വസ്ത്രം കീറുക തുടങ്ങിയ പോലീസിന്റെ പ്രവൃത്തി അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികളായ പ്രതീഷ് മാധവൻ, ഷഫീഖ് അത്തിക്കോട്, C വിഷ്ണു, അരുൺകുമാർ പാലക്കുറിശി, ജിതേഷ് നാരായണൻ, സുബ്രഹ്മണ്യൻ, ജില്ലാ ഭാരവാഹികളായ രതീഷ് പുതുശ്ശേരി, വിനീഷ് കരിമ്പാറ, K സനോജ്, PT അജ്മൽ, സതീഷ് തിരുവാലത്തൂർ, ശ്യാം ദേവദാസ്, മിജ രാജൻ, അമ്പിളി മോഹൻദാസ്, A ഷഫീഖ്, വന്ദന പ്രദീപ്, K വത്സലൻ, ഗിസാഖ് മുഹമ്മദ്, K ഇജാസ്, PP സുധ, ദിലീപ് മാത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്നും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. രാജ്യത്ത് ഗവർണർ പദവികൾ വേണ്ടെന്ന് വെക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP. കടന്നാക്രമിക്കപ്പെടുന്ന പാർലമെന്റ് വ്യവസ്ഥ, രാഷ്ട്രീയ ചട്ടുകങ്ങളാവുന്ന ഗവർണർമാർ എന്ന വിഷയത്തിൽ CPI ജില്ലാ കമ്മിറ്റി മണ്ണാർക്കാട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ബില്ലുകൾ പൂഴ്ത്തിവെക്കുന്നു. അത് വന്ന് സൈനറ്റുകളിലേക്ക് RSSകാരെ കടത്തുന്നതിൽ വരെ എത്തി. BJPക്ക് തിരഞ്ഞെടുപ്പിലൂടെ സൈനറ്റുകളിൽ എത്തട്ടെ. രാജ്ഭവനിൽ രാഷ്ട്രീയ കള്ളക്കടത്ത് നടത്തുന്ന കേന്ദ്രങ്ങളായി മാറാൻ പാടില്ല. അതിന്റെ ഉപാധിയായോ ഏജന്റായോ ഗവർണർമാർ മാറരുത്. ഇതെല്ലാം മുന്നിൽ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഷങ്ങൾക്ക് മുമ്പ് ഗവർണർ പദവി എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എതിർസ്വരങ്ങളെ ഇല്ലാതാക്കുന്ന നയമാണ് BJP സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് താൻ ഉൾപ്പെടെയുള്ള 146 MPമാരെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത്. ജനാധിപത്യവും മതനിരപേക്ഷയും ഭരണഘടനയുമെല്ലാം വൈദേശികമാണെന്ന് കരുതുന്ന BJPയിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ജർമ്മനിയിലെ ഹിറ്റ്ലറിൽ നിന്ന് പാഠം പഠിച്ചവരാണ് BJP. പാർലമെന്ററി ജനാധിപത്യത്തോട് സ്വപ്നത്തിൽ പോലും സ്നേഹമില്ല. പുറമെ കാണുന്നതെല്ലാം നാട്യമാണ്. മറ്റെല്ലാത്തിനെയും പാശ്ചാത്യമായി കണ്ടുകൊണ്ട് ദേശീയമാണെന്ന് അവർ ചിന്തിക്കുന്ന മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തി പുതിയ ഭരണഘടന നിർമ്മിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ സ്ഥാനം എന്താണെന്ന് ഊഹിക്കാവുന്നതാണ്. BJPയുടെ ഈ നിലപാട് മുന്നിൽ കണ്ടുവേണം BJPയെ എതിർക്കാനെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് അധ്യക്ഷത വഹിച്ചു. KT ജലീൽ MLA, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, മുഹമ്മദ് മൂസിൻ MLA, V ചാമുണ്ണി, ജോസ് ബേബി, മണികണ്ഠൻ പൊറ്റശ്ശേരി, KPS പയ്യനടം, P അഹമ്മദ് അഷ്റഫ്, TK സുബ്രഹ്മണ്യൻ, അസീസ് ഭീമനാട്, A അയ്യപ്പൻ, P ശെൽവൻ, സദഖ്തുല്ല പടലത്ത്, AK അബ്ദുൽ അസീസ്, VV ഷൗക്കത്ത് അലി എന്നിവർ പ്രസംഗിച്ചു. കുതിരാൻ തുരങ്കത്തിലെ ഗതാഗതം ഒറ്റവരിയാക്കൽ, 6 വരി പാതയിലെ ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വടക്കഞ്ചേരി മണ്ണൂത്തി 6 വരി പാതയിലെ കുതിരാൻ ഇരട്ടക്കുഴിയിൽ തുരങ്കങ്ങളിലൊന്ന് അടച്ചതോടെ ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഉൾവശം കോൺക്രീറ്റ് ചെയ്യാൻ ഇടതു തുരങ്കമാണ് അടച്ചത്. നിലവിൽ ഇരുദിശകളിലേക്കും വലതു തുരങ്കം വഴി ഒറ്റവരി പാതയായാണ് ഗതാഗതം. തുരങ്കപാതയിലെ ഗതാഗതം സുഗമമല്ലാതായതോടെയാണ് ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം ഉയർന്നത്.
തുരങ്കങ്ങളുടെ പേരിൽ മറ്റു ടോൾ കേന്ദ്രങ്ങളെക്കാൾ ഉയർന്ന നിരക്കാണ് ആറുവരിപ്പാതയിലുള്ള പന്നിയങ്കര ടോൾ കേന്ദ്രത്തിൽ ഈടാക്കുന്നത്. ഇടതു തുരങ്കത്തിനുള്ളിലെ കോൺക്രീറ്റ് പൂർത്തിയാകാൻ 4 മാസമെങ്കിലും എടുക്കുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിട്ടുള്ളത്. കുതിരാനിലെ ഗതാഗത തടസ്സത്തിന് പുറമെ ആറുവരിപ്പാതയിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളും യാത്രക്കാർക്ക് ദുരിതമാകുന്നുണ്ട്. വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഗതാഗത ക്രമീകരണങ്ങളോ നടത്താതെയാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. പണി നടക്കുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി മറിയുന്നുമുണ്ട്. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം? ചിന്തിക്കൂ. അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത്? ചിന്തിക്കൂ. ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ? ചിന്തിക്കൂ. മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം? ചിന്തിക്കൂ. അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ? ചിന്തിക്കൂ. പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ? ചിന്തിക്കൂ. എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല. ചെലവ് കുറഞ്ഞ മണ്ണുമാന്തി യന്ത്രവുമായി കർഷകൻ. ചെലവ് കുറഞ്ഞ മണ്ണുമാന്തി യന്ത്രവുമായി പെരുമാട്ടി കല്യാണപേട്ടയിലെ പാരമ്പര്യ കർഷകൻ സദാശിവൻ 5 കുതിരശക്തിയുള്ള മോട്ടോർ ഘടിപ്പിച്ച് പെട്രോൾ ഉപയോഗിച്ചാണ് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ധന ചെലവ് കുറവാണ്. 1 ലിറ്റർ പെട്രോളിന് 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. യന്ത്രത്തിന് 7 അടി നീളവും 3.25 അടി വീതിയും വരും. വാഴ, തെങ്ങിൻ തോപ്പുകളിലൂടെ ഓടിക്കാം. ചാലുകീറൽ, കുഴിയെടുക്കൽ, ബണ്ട് നിർമ്മാണം, തെങ്ങിൻ തടം എടുക്കൽ, ഭൂമി നിരപ്പാക്കൽ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. സാധാരണ ചെറിയ മണ്ണുമാന്തി യന്ത്രത്തിന് 17 ലക്ഷം രൂപ വില വരുമ്പോൾ തന്റെ യന്ത്രത്തിന് 4.5 ലക്ഷം രൂപയെ വരികയുള്ളൂ എന്നും സദാശിവൻ പറയുന്നു. 3 മാസമാണ് നിർമ്മാണത്തിന് എടുത്തത്. വണ്ടിത്താവളം KKM സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മകൻ മാധവിന്റെ പങ്കാളിത്തത്തോടെയാണ് യന്ത്രം നിർമ്മിച്ചത്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നൽകുന്ന 1 ലക്ഷം രൂപയുടെ അവാർഡിന് സദാശിവൻ മുൻപ് അർഹനായിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തിക്കിടെ മണ്ണിടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയായി. പോത്തുണ്ടി കൈകാട്ടി ചുരം പാതയിലെ ഇരുമ്പു പാലത്തിന് സമീപത്തായാണ് മണ്ണിടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയായത്. ഇതോടെ നെല്ലിയാമ്പതിയിലേക്ക് ഏർപ്പെടുത്തിയിരുന്ന ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം ഭാഗികമായി ഒഴിവാക്കി. 2023 നവംബർ 22-നാണ് മണ്ണിടിഞ്ഞത് മൂലം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 2018-ലെ പ്രളയത്തിൽ മണ്ണിടിഞ്ഞ പാതയുടെ പകുതി ഒലിച്ചുപോയിരുന്നു. ഈ ഭാഗത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ 53.4 ലക്ഷം രൂപ ചിലവഴിച്ച് കോൺക്രീറ്റ് നിർമ്മിക്കുന്നതിനായി മണ്ണൊരുക്കുന്നതിനിടെ പാതയുടെ അടിവശത്തെ മണ്ണ് ഇടിഞ്ഞു വീണത്. ഇതോടെ ഈ ഭാഗത്ത് KSRTC ബസ് ആളെ ഇറക്കി വാഹനം മറുവശം എത്തി ഇവിടെ നിന്നും ആളെ കയറ്റിയാണ് സർവീസ് നടത്തിയിരുന്നത്. സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ ഡിസംബറിൽ നെല്ലിയാമ്പതിയിലേക്ക് വലിയ വാഹനങ്ങളിൽ എത്തിയ സഞ്ചാരികളെ കയറ്റിവിട്ടിരുന്നില്ല. ഭാഗികമായി നിയന്ത്രണം നീക്കിയതോടെ വിനോദസഞ്ചാരികളുടെ വാഹനം ഉൾപ്പെടെ കടത്തിവിടാൻ തുടങ്ങി. ഇതോടെ നെല്ലിയാമ്പതിയിലെ വിനോദസഞ്ചാര മേഖല സജീവമായി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ?
ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. സംസ്കാര മുഹൂർത്തക്കാൽ നാളെ സ്ഥാപിക്കും. ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ 24 മുതൽ 30 വരെ സംസ്കാര 2024 എന്ന പേരിൽ നടക്കുന്ന ആത്മീയ സമ്മേളനത്തിന്റെ മുഹൂർത്തക്കാൽ തിങ്കളാഴ്ച സ്ഥാപിക്കും. സമ്മേളനം നടക്കുന്ന ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം മൈതാനത്ത് രാവിലെ 7:15 ചടങ്ങ് തുടങ്ങും. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി സ്വരൂപാനന്ദ സരസ്വതി, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, സ്വാമി അശേഷാനന്ദ സരസ്വതി, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ശ്രീകൃഷ്ണപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഉന്നമനത്തിനായി ശ്രീകൃഷ്ണപുരം കേന്ദ്രീകരിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് വളർന്നുവരുന്ന യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കാനും ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കാനും ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടത്തിന്റെ അധ്യക്ഷതയിൽ പി ഹരിഗോവിന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കെ ബാലകൃഷ്ണൻ, GP കല്ലുവഴി, യു കുഞ്ഞയമ്മു, രാജു കരിയോട്, പി മണികണ്ഠൻ, പി മോഹനൻ, പി ഗിരിജൻ, ഭാസ്കരൻ ചിങ്ങനേഴി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി ഉണ്ണി കരിമ്പുഴ പ്രസിഡന്റ്, PV ശശിധരൻ സെക്രട്ടറി, ബിജു പൊയ്ക്കൽ വൈസ് പ്രസിഡന്റ്, സംഗീത് S കുമാർ ജോയിന്റ് സെക്രട്ടറി, സുരേഷ് C ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാളെ പൊങ്കൽ. ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങൾ ആഘോഷത്തിമിർപ്പിൽ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എക്സൈസും RPFും 25 ലക്ഷം രൂപയുടെ കഞ്ചാവ് പിടികൂടി. ജാതി സെൻസസ് നടത്തണമെന്ന് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ മേഖലാ സമ്മേളനം. വലിയങ്ങാടി RB കൂടം GBUP സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പൊങ്കൽ ആഘോഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.